അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖദറാണ് നാം വിശേഷിപ്പിച്ചത്. ഖുർആൻ അവതരിച്ചു, അള്ളാഹു അവതരണം ആരംഭിച്ചു. അതൊരു വിശുദ്ധ രാത്രിയിലായിരുന്നു, റമളാനിലായിരുന്നു, അനുഗ്രഹീതമായ രാവാണ് എന്നൊക്കെ പറഞ്ഞുവല്ലോ. ആ അവതരിച്ച ഖുർആനിലെ ആദ്യത്തെ വചനങ്ങളാണ് ഇനി സൂറത്തുൽ അലഖിൻ്റെ പരാമർശ വിഷയങ്ങൾ. അല്ലാഹു തആല ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത വചനം ഈ വചനങ്ങളായിരുന്നു. ആദ്യത്തെ 5 വചനം നമുക്ക് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഹിറാ എന്ന പേരുള്ള ജബലുൻ നൂർ, ഇന്ന് അതിൻ്റെ പേര് ജബലുൻ നൂർ എന്ന പ്രകാശത്തിൻ്റെ പർവ്വതം, പ്രവാചകന് ലോകാവസാനം വരെയുള്ള മനുഷ്യ മനസ്സിനെ വെളിച്ചമാക്കുന്ന ഖുർആനാകുന്ന നൂറ് പ്രകാശം ഇറങ്ങിയതുകൊണ്ടാണ് ജബലുൻ നൂർ പ്രകാശത്തിൻ്റെ പർവ്വതം എന്നതിന് പേര് വരുന്നത്. ഹിറാ മലയാണ്. ഹിറാ മലയിലെ ഒരു ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാനിച്ചിരിക്കാറുണ്ടായിരുന്നു. ഒരു പ്രവാചകത്വം പ്രതീക്ഷിച്ചുകൊണ്ട് പോയി കൂടിയതൊന്നുമല്ല, സന്യാസം സ്വീകരിച്ചു പോയതല്ല, സമൂഹത്തിൽ ഇടപഴകാതിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയതുമല്ല. നേരെമറിച്ച് പ്രവാചകൻ ജീവിക്കുന്ന കഅബയുടെ പരിസരം ഖുറൈശികൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും കൂടിയായ ഖുറൈശി നേതാക്കന്മാരടക്കം ബിംബാരാധനയിൽ മുഴുകിയിരുന്നു. ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റായ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. കള്ളുകുടിച്ചിരുന്നു, വ്യഭിചരിച്ചിരുന്നു, അനാവശ്യമായി രക്തം ചിന്തിയിരുന്നു. അങ്ങനെ ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന ആ സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കാൻ പ്രവാചകന്റെ മാനസിക വിശുദ്ധി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ ഹിറാ ഗുഹയിലിരുന്ന് അദ്ദേഹം കാലം കഴിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണവുമായി അവിടെ പോയി ഇരിക്കും. ജനങ്ങളുമായി ഇടപഴകാനുള്ള സാഹചര്യവും സത്യസന്ധമല്ലാത്ത അന്തരീക്ഷവും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതിൻ്റെ രൂപങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട്. ചക്രവാളങ്ങൾ നിറയെ ജിബ്രീൽ വരുന്നത് പ്രവാചകൻ കാണുന്നു, എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ പ്രവാചകന്റെ അടുക്കലേക്ക് ചക്രവാളം നിറഞ്ഞു നിൽക്കുന്ന ജിബ്രീലിൻ്റെ ആ വിശുദ്ധ വിശ്വരൂപം ചുരുങ്ങി ചുരുങ്ങി ഗുഹയിൽ പ്രവാചകന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് നബിയോട് പറഞ്ഞു, ഇഖ്റ, നീ വായിക്കുക. 40 വയസ്സ് കഴിഞ്ഞ പ്രവാചകന് എഴുത്തറിഞ്ഞുകൂടാ, വായിക്കാനറിഞ്ഞുകൂടാ. ഒരിക്കലെങ്കിലും വായിച്ചു നോക്കാൻ ഗ്രന്ഥം കണ്ടിട്ടില്ല. ഗ്രന്ഥം കണ്ടവരെ, അഹ്ലുൽ കിതാബിനെ അദ്ദേഹം സമീപിച്ചിട്ടില്ല. എഴുത്തും വായനയും അറിയാത്ത മനുഷ്യനോട് ഒരു അദൃശ്യ ശക്തി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ശക്തി വന്ന് പറയുന്നു, വായിക്കണം. അദ്ദേഹം പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടല്ലോ, മാ നബി ഖാരീൻ, ഞാൻ വായിക്കുന്ന ആളൊന്നുമല്ലല്ലോ. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ നിർബന്ധിച്ചുകൊണ്ട് അദ്ദേഹം ഓതിത്തരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിച്ചു ഓതിത്തരുന്നത് കേട്ട് അദ്ദേഹം പറഞ്ഞു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പോൾ വായന കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. അറിവ് നേടണമെങ്കിൽ ഖറഅ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് തല, പാരായണം ചെയ്തു. കേട്ട ഒരു വസ്തു അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ട ഒരു വസ്തു പാരായണം ചെയ്യുന്നതിനാണ് തല, ഓതുക. അതാണ് ഖറഅ, വായിച്ചു. മറ്റൊരർത്ഥം ജമാ എന്നാണ്, ശേഖരിച്ചു എന്നാണ്. വായനയിൽ കൂടിയാണ് വിജ്ഞാന ശേഖരണം നടത്തുന്നത്.
നമ്മളുടെ കണ്ണും കാതും നമ്മുടെ ബാഹ്യ അവയവങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ വായിക്കുമ്പോഴാണ് യഥാർത്ഥ വിജ്ഞാന ശേഖരണം നടത്തുന്നത്. ആ ഒരു അർത്ഥവും കൂടി ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കാം. അല്ലാഹു അലം. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ വിശദീകരണം പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.